ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി. കോളിയടക്കം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പഞ്ചായത്തെ നിങ്ങൾ അറിയാൻ നിർമ്മിക്കാതെ. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കോളിയടക്കം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി വയോജനങ്ങൾ അണിനിരന്നു. പൊതുശ്മശാനമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കുമടക്കം നിരവധി നിവേദനങ്ങൾ നൽകിയിരുന്നു. തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും അനുകൂല നടപടിയുണ്ടായിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ പൊതുശ്മശാനം നിർമ്മാണവുമായി മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് കുന്നോച്ചി കുഞ്ഞിരാമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സീനിയർ സിറ്റിസണായ ആളുകളുടെ മാത്രം ആവശ്യമാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് പത്രം വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വയസ്സായവരെ ഇനിയിപ്പോ നാളെ മരിച്ചു പോകും. അതുകൊണ്ട് അവരുടെ മാത്രം ആവശ്യമാണ്. അവർ പറയുന്നതിന് വലിയ വില കൽപ്പിക്കേണ്ട എന്നുള്ള നിലയിലൊന്നും ഉത്തരവാദപ്പെട്ടവർ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണയില്ല എന്നേ നമുക്ക് പറയാനതിനെ സംബന്ധിച്ച് കഴിയൂ. നമുക്കറിയാം നമ്മുടെ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് ഈ സമൂഹത്തിനകത്ത് ഏതാണ്ട് 60 വയസ്സ് പിന്നിട്ടവർ 25% മേലെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ പിന്നെയും ഏതാണ്ട് 60 പിന്നിട്ടാൽ 90 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാത്രം ആവശ്യമായിട്ടല്ല ഇത് എടുക്കുന്നത്. ഇതൊരു പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അത് നടപ്പിലാക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയാണ്, പഞ്ചായത്താണ്. അപ്പൊ അതിനൊരു മുൻകൈയെടുത്താൽ അതിനാവശ്യമായ ഫണ്ട് ലഭിക്കാനും നമുക്ക് സാഹചര്യമുണ്ട്. പക്ഷെ അതൊക്കെ പ്രയോജനപ്പെടുത്താതെ ഇങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ അതിന് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി ഉണ്ടാവരുത്. എന്തായാലും അസോസിയേഷൻ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ NV ബാലൻ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി A നാരായണൻ നായർ, CPIM ലോക്കൽ സെക്രട്ടറി T വിനോദ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ T ജാനകി, വീണ റാണി തുടങ്ങിയവർ സംസാരിച്ചു. സ്വന്തമായി സ്ഥലമില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ വീട്ടിലടക്കം മരണം സംഭവിച്ചാൽ തൊട്ടടുത്ത കാസർഗോഡ് നഗരസഭയുടെ പൊതുശ്മശാനത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ ചെമ്മനാട് പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമില്ലാത്തതിനാൽ തുടർച്ചയായി നിരവധി സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരാഹാര സമരം ഉൾപ്പെടെ പ്രതീകാത്മകമായി മൃതശരീരം ചുമന്നുകൊണ്ട് തന്നെ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തേണ്ട സാഹചര്യം സൃഷ്ടിക്കാൻ ഇടവരുത്തരുതെന്ന് സമരക്കാർ പറഞ്ഞു. നിരവധി ആൾക്കാർ അവരുടെ കുടുംബങ്ങളിൽ ഒരു മരണം നടന്നാൽ മൃതശരീരം സംസ്കരിക്കാൻ ഇടമില്ലാതെ പരക്കം പായുകയാണ്. തൊട്ടടുത്ത കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ഒരു ശ്മശാനത്തെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നും ഇവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഇത് സംബന്ധിച്ചിട്ട് ഒരു വ്യക്തമായ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ തയ്യാറാക്കാത്തതിൽ പ്രതിഷേധിച്ച് വളരെ ശക്തമായ സമരം ഇവിടെ തുടർച്ചയായി പല സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരാഹാര സമരം ഉൾപ്പെടെ പ്രതീകാത്മകമായി മൃതശരീരം ചുവന്നുകൊണ്ട് തന്നെ പഞ്ചായത്ത് കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട ചെമ്മനാട് പഞ്ചായത്ത് ഭരണാധികാരിയോട് ആവശ്യപ്പെടുകയാണ്. SV പ്രകാശൻ, A രാഘവൻ, A ദാമോദരൻ നായർ, K ബാബു, KV കൃഷ്ണൻ, ബാലകൃഷ്ണൻ നമ്പ്യാർ, M ബാലൻ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉദുമ.